കുഞ്ഞോളെ അമ്മ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേറി കേറുന്നല്ല ഞാൻ പോവാണ്. ഇങ്ങോട്ട് കേറി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാം. ഇപ്പൊ അങ്ങ് കേറാൻ നേരന്നല്ല. ഇപ്പൊ അത് താത്താന്റെ അടുത്തേക്കും പോണം. അതാണ് പൊന്നാരപ്പങ്ങളൊന്ന് കുറച്ചേരം ഇരിക്കണില്ലേ കുഞ്ഞോളെ? ഞാൻ പോവാൻ നോക്കിയാലോ? വലൈക്കും അസ്സലാം. ഞാൻ ഇപ്പൊ ഒന്ന് വിളിച്ചാ നിക്കേനു. എത്തപ്പ ഇങ്ങോട്ട് പോരുന്നില്ലേ എന്താന്ന് ചോദിച്ചതാണ്ട്. ക്ഷീണാണ്. നിക്കാൻ വെച്ച എന്തോ ഒരു ക്ഷീണം. ആരപ്പോ ഞാൻ പോവാൻ പോണേ? വെള്ളം കുടിച്ചണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ പോകാണ്. കുഞ്ഞോളെ ഞാൻ പോവാ. ആയിക്കോട്ടെ മാറി. ഞാൻ മാറ്റേട്ടമ്മ. പോയി കഴിച്ചിട്ടാളാ. ഏതായാലും ആ കുട്ടി ഇപ്പൊ കണ്ടറിഞ്ഞാണ് വന്നു. നമ്മളൊന്നും ആരും കാത്തു നിന്നിട്ടില്ല. ചിലപ്പോൾ മറ്റോടെ കാര്യത്തിലാണ് പേടി. മാളുവിൻ്റെ കാര്യത്തിൽ അല്ലാ. ഇട്ടാ പിന്നെ പപ്പടം പൊരിണ പോലെ പൊരി. എത്താപ്പ ഇതൊക്കെ? സർദിയൊക്കെ തുടങ്ങിയോ? റുക്കിയ അത് ഫ്രിഡ്ജ് തുറന്നപ്പോളേ ഒരു ജാതി മണം. ഫ്രിഡ്ജ് തുറന്നിട്ട് പള്ളി ഉണ്ടാവും. അല്ല എന്താ ഇത് മണത്തങ്ങൾ ഇല്ലാത്തവരൊന്നും പറഞ്ഞുണ്ടാക്കണത്? ഛർദിച്ച ഒക്കെ ഇപ്പൊ തന്നെ ആകുമോ? 2-3 ദിവസം ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിക്കണു. എനിക്ക് നല്ല ക്ഷീണുണ്ട്. എനിക്ക് കൊയക്കും ക്ഷീണം ഞാൻ നോക്കിക്കണു. എനിക്ക് തലവേദന ഉണ്ട് ഞങ്ങളോട് പറഞ്ഞോ? ഞാൻ അത് മഴ പോയി പറഞ്ഞട്ടോ. അന്നെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. എന്താ മണത്തങ്ങൾ ഇപ്പൊ ഓരോന്നും ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കണത്? ഇത് അതന്നെയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അതന്നെയാണ്. എനിക്ക് ആ ഫ്രിഡ്ജിൽ തുറന്നപ്പോ ഒരു മണം വന്നതാണ്. അല്ലാതെ ഞാൻ ഇതിന് മുന്നിൽ ഛർദിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഒരാൾ ഛർദിച്ചെഴുതിക്കാണ്ട് ഒക്കെ പള്ളിയിലുണ്ടാവലാണോ? ഇനിയിപ്പോ ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു ഇവിടെ. ഇമ്മ മാളോത്താ അങ്ങനെ മുട്ടാന്നെ പറ്റില്ലല്ലോ. കുടുംബത്തിന്റെ ചീത്തപ്പേര് അല്ലെങ്കിലേ കളഞ്ഞു വെച്ചു. ഇനി ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. കോട്ടിത്തരട്ടോ ഇമ്മ. ഇമ്മ നാശം കണ്ടിട്ട് തള്ള ഒതുങ്ങുള്ളൂ. ഇപ്പത്തെ സർദി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് തന്നെയാണെന്നാണല്ലോ റബ്ബേ. ഞാൻ എന്ത് കാട്ട് കൂളിയാണെങ്കിൽ തെറ്റി ചെയ്തിക്കണം. ഇതിന്റെ കുറവും കൂടി ഉടങ്ങി ഇവിടെ. ഇമ്മ 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 എന്താ മാളുവോ? ഉറങ്ങിക്കോളി.
സുഖമായിട്ട് ഉറങ്ങിക്കോളി. മകളാണ് ഛർദിച്ചു തുടങ്ങി. ആര് ഛർദിച്ചത്? ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ, അല്ലാത്തൊക്കെ ഇവിടെ ആയല്ലോ. ഉറുക്കിയാക്കപ്പോ ഛർദിയൊക്കെ ഛർദി നിൽക്കണില്ലല്ലോ. കുടുംബത്തിന് ചീത്തപ്പേര്. എല്ലാം ആയല്ലോ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. 2 ദിവസമായി ഞമ്മളെ ഛർദിക്കൽ തുടങ്ങിയിട്ട്. ഛർദി തുടങ്ങിക്കണ് എന്താ നിങ്ങൾക്ക് തന്നെ അറിയാലോ. പൊന്നാരമ്മ 4 ദിവസമായി ഞമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട്. ഒക്കെ നല്ല കൊയക്കും ചൂടുണ്ട്. ഒന്നാം തുടക്കുമ്പോഴോട് കൊയങ്ങ, ഒന്നും കൂടെ പാത്രം മൂർമുഖനൊക്കെ തലക്കോട് കജ്ജെക്കുക. അതിന് മനസ്സിലാക്കിക്കൂടെ? ഇത് അതന്നെ. അടക്ക് അല്ല എത്തപ്പോ ഛർദിയൊക്കെ അത് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോ ജാതി മണം. അപ്പൊ ഒരു ഓക്കാനം വന്നതാ. ഫ്രിഡ്ജ് തുറന്നപ്പോ അല്ല ഇതിപ്പോ എന്തിനാ ഛർദിച്ചത്? ഫ്രിഡ്ജ് ഇപ്പൊ ജാതിയായിട്ട് തുറക്കില്ലേ? ഇത് അതന്നെയാണമ്മ, പള്ളിയിലുണ്ട് അതന്നെ. എന്തമ്മ ഈ മണം തുറന്ന് പറഞ്ഞിണ്ടാക്കണത്? അല്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇമ്മ ഇന്നത്തെ കാലത്തൊക്കെ തെളിച്ചിന സാധനങ്ങൾ ഓരോന്നുണ്ട്. പഠിച്ചോനൊക്കെ അല്ലമ്മ, ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചിട്ടെ. നിങ്ങളെല്ലാരും പറഞ്ഞപ്പോ ഞാൻ മുണ്ടാതെ ഇവിടെ നിന്നു. അത് ശരിയാണ്. ഒരു ട്രൗസർ ഇവിടെ കണ്ടു. നിങ്ങൾ ആരെങ്കിലും കണ്ണുകൊണ്ട് കണ്ടുകണോ? നിങ്ങൾ പറയും. ഒരു തെളിവില്ലാതല്ലേ നിങ്ങളെല്ലാരും എന്റെ മേത്ത് കിടന്നത്. ഇജേ വല്ലാതെ വർത്താനം പറയണ്ട കേട്ടോ. കണ്ണോണ്ടായാലും കണ്ടുക്കണോന്ന് ഊരിട്ട് പോയിന് മേലുണ്ട് വൃക്കിയ. എന്ത് വർത്താനാജി പറഞ്ഞേ? ആയിക്കോട്ടെ, ഞാൻ എൺമുണ്ടാ നിൽക്കണു. ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ സമ്മതിച്ചു തന്നു. ഇനിയിപ്പോ ഇത് ഞാൻ സമ്മതിച്ചണോ? എന്തിനാ ഞാൻ സമ്മതിച്ചേണ്ട ആവശ്യം? ഓ, ഞങ്ങൾക്കും വേണ്ടി സമ്മതിച്ചൊന്നും വേണ്ട. അതിന്റെ നല്ല കളിയുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് അമ്മായിന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ തോന്നിയത്. അല്ലെങ്കിൽ ഇത് ഞങ്ങളെ മേത്ത് കല്ലിച്ച് കിട്ടുക അന്നെ ഞങ്ങൾക്ക് ശരിക്കും അറിയോട്ടടി. അവന്റെ നാടകം മുഴുവനും ഇപ്പൊ മനസ്സിലേക്കണ്. ഇവിടത്തെ ഒക്കെ എനിക്ക് അറിയാലോ കുഞ്ഞോളെ. ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് ഛർദി തുടങ്ങിക്കണേ. അതിന്റെ ഇതിൽ നിക്കാണിപ്പോ. ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോ എനിക്ക് എന്തോ ഒരു സ്മെല്ല് വന്നതാണമ്മ, അല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലേ തെളിയിച്ചുള്ള സാധനം കിട്ടും. അല്ല അങ്ങനെ തെറ്റ് ഉറുക്കാത്ത നമ്മളെത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിയിച്ചണല്ലോ. എന്നെ എന്നൊക്കെ ഇത്ര പേടി? ഈ മോളോ തെളിയിച്ചല്ലോ. അങ്ങനെ ഇതുണ്ടെങ്കിലും നമുക്ക് തെളിയിച്ചണല്ലോ. ഇമ്മങ്ങൾക്ക് അറിയില്ലേ, എനിക്ക് ഈ ചീഞ്ഞ മണ്ണൊന്നും പറ്റൂലെന്ന്. അതെനിക്ക് പണ്ടേ ഉള്ളതല്ലമ്മ, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമല്ലമ്മ. ഇമ്മ ഇപ്പൊ നേരെ 12 മണി ആയിട്ടുള്ളൂ. നാളെ രാവിലത്തെ മൂത്രടുത്ത് കണ്ട് റുക്കിയാൻ്റെ നോക്കിയാല് ഒക്കെ ഉണ്ടോ ഇല്ലെന്ന് ഇമ്മ അറിയാം. അത് എന്തിനപ്പ അതിന്റെ ഒക്കെ ആവശ്യമ്മ? അണ പറയില്ല, ഓളെ കണ്ണും മോറും കണ്ടറിയാം മോക്കുണ്ടോ ഇല്ലെന്നുള്ളത്. അതിനെ എത്ര വലിയ പേടിയുണ്ടോ? അതിനമ്മ ഞാൻ പറഞ്ഞത് മെഡിക്കൽ ഷോപ്പിൽ പോയ ഒരു സാധനം കിട്ടും, അയക്കാണ് മൂത്രം ഒട്ടിച്ചാ തെളിയും. നമുക്ക് തെളിയിച്ചണം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒക്കെ കഴിഞ്ഞ് ഇതും കൂടെ ഉള്ളൂ, എല്ലായല്ലോ. നീ പുറത്തേക്ക് പോകും വേണ്ട, തലയും കൊണ്ടിട്ട് ഞാൻ ഇറങ്ങാം. അല്ലെങ്കിൽ പുസ്തകത്തൊക്കെ ഇവിടുത്തെ എങ്ങനെ പോണെന്നുള്ള ഇച്ച അറിയുള്ളൂ. ഇന്നിപ്പോ തെളിയിച്ചാൻ എല്ലാ വഴിയും ഉണ്ടല്ലോ, നമുക്ക് നോക്കാലോ. എന്നാലേ ഇത് അതാണോ എന്താണോ എന്നുള്ളത്. കുഞ്ഞോളെ അതിന്റെ പൗസ് ഇവിടെ ഉണ്ടോ? എന്തൊക്കെ ഇത്ര വലിയ പേടി? ചേട്ടൊന്ന് പറഞ്ഞെന്നാ എന്തൊക്കെ ഇത്ര വലിയ പേടി?
പേടിച്ചിട്ടല്ല, എനിക്കെന്ത് പേടി? എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇമ്മ ഇതെനിക്ക് തെളിയിച്ചണം, ഇതങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ പോവാണ് മഞ്ചേരിക്ക്. അതിന്റെ കുറവും കൂടി ഉള്ളൂ, അല്ലാത്തപ്പടായി. ഇനി വരാനൊന്നും ബാക്കിയില്ലമ്മ, ഞാൻ അപ്പൊ തന്നെ പോകട്ടെ. എന്നാല് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ പോയി കൊണ്ടേ, നമുക്കത് തെളിയിച്ചാലോ. ആയിക്കോട്ടെ, ഇന്നിപ്പോ നേരെ 12 മണി ആയിട്ടുള്ളല്ലോ. നാളെ നേരം വെക്കാലും കിട്ടൂല്ലോ പോളി മൂത്രം, നമുക്ക് നോക്കാലോ. നാളെ രാവിലത്തെ മൂത്രം നമുക്ക് ഓടെടുത്ത് കാണി നമുക്ക് നോക്കാം. മോള് പറയണതാണോ ഈച്ച് പറയണതാന്നുള്ളത് നമുക്ക് സത്യം തെളിയിച്ചാലോ. അവിടെ ചെന്നമ്മ സാധനം കിട്ടും. നാളെ നേരം വെക്കുമ്പോൾ രാവിലത്തെ മൂത്രം എടുത്ത് കാണാൻ ഇട്ടിച്ചാൽ മനസ്സിലാക്കാമ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇമ്മ ഞാൻ ഇപ്പൊ തന്നെ മഞ്ചേരിക്ക് പോകണേ. ഇതിനൊപ്പം തന്നെ പോകുക, അങ്ങനെ വെറുതെ തൂട്ടാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത്ര വലിയ പേടിയുണ്ടോ? എന്താ വെച്ചാ കാട്ടിക്കൂടി. മാളോത്തൊക്കെ ഇതെല്ലാം കിട്ടിയ അവസരമാണ്. മാളോത്തനെ പറഞ്ഞിട്ടും കാര്യമില്ല, നല്ലോട്ട് ഇടങ്ങാറാക്കിയിട്ടില്ല. നാണക്കെടുത്താനാണല്ലോ പോണത്. എന്തിനു വെച്ചുണ്ടാക്കാതെ പറ്റൂല. നാളെ രാവിലെ ഒന്ന് ജീവിച്ചിരിക്കരുത്. അതിന് മുന്നേ എന്തേലും നോളെ ചെയ്യണം. അഥവാ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോ അതിലെങ്ങാനും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണത്? അതിലാറും നല്ലത് ഓളെ ഇല്ലാതാക്കണം. മാളൂന് ഇല്ലാതാക്കണം. മോളില്ലാതായാലേ അതെന്നെ നടക്കുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ നാശാണെങ്കിൽ നിനക്കൊന്നും എടുക്കല്ലാത്ത വേറെ വച്ചിക്കില്ല. ഓളെന്താ ഈ മോളോനെ പറ്റി കരുതിയത്? ഇത് ഞാൻ വെറുതെ വിടൂല. ടൗസർ കണ്ടതേ ഓളതെല്ലാം പോലോ കച്ചോണ്ട് പിടിച്ചത്. ഇന്ന് ഞാൻ ഇത് പോയി കൊണ്ടുപോകും. നാളെ രാവിലെ ഞാൻ ഓള് നാണം കിടണം. കുറച്ച് കാലം എന്നല്ല ഞാൻ നാണം കെട്ടിക്കണ. വെറുതെ റുക്കിയ വിടൂല. റുക്കിയ എത്രയും കളിച്ചിക്കണമെന്നുണ്ടെങ്കിൽ റുക്കിയാക്ക് ഇനിയും കളിച്ചാൻ വെക്കും. ഇമ്മ ഞാൻ മഞ്ചേരി പോയിട്ട് വരാം. എന്നാ മോളോ ഇജ പോയി വാങ്ങിക്കൊണ്ടിരുന്ന നമുക്ക് നോക്കാലോ. അങ്ങനെ ഒന്ന് നോക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാണല്ലോ. ഓളിപ്പോ ടൗസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടേ ഓള് നമ്മൾ നോണ്ടാക്കാന്ന് അവള് പറയണ്ടത്. ഇന്നത് നമുക്ക് തെളിയിച്ചണം. ഇപ്പൊ ബസ് ഉണ്ടല്ലോ, അപ്പൊ എന്താ ആണ് പോയി കണ്ട അപ്പൊ തന്നെ ബസ്സിലും പോന്നാ പോരെ. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അത് ഇത് തെളിയിച്ചണം നമുക്ക്. തെളിയിച്ചണം. എന്നാ ഞാൻ പോയി തരാം കുഞ്ഞോളെ. വെറുതെ വിട്ടാല് പറ്റൂല. രാവിലത്തെ എൻ്റെ മൂത്രെടുക്കാന് ഉണ്ടാവരുത്. എൻ്റെ നിലനിൽപ്പിന് ഞാൻ എന്തും ചെയ്യും, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല.
നീച്ച് ചായ ഉണ്ടാക്കലേ കുട്ടിയൊക്കെ മദ്രസ പോകുമ്പോ ഓളുണ്ടാവരുത് ഓളുണ്ടാവരുത്. എനിക്കത് ചെയ്യല്ലാതെ വേറെ നിവർത്തില്ല. അല്ലെങ്കിൽ ഞാനവിടെ മരിച്ചോളം പേടിച്ച് ജീവിച്ചോളാം. തണുത്തള്ളം കുടിച്ചിട്ടേക്കാരം ഉറങ്ങിയിട്ടില്ല. ചൂടുള്ള ഉണ്ടാക്കി ഒന്ന് കുടിച്ചാലോ. ചാനാവില്ലായിട്ട് കളിക്കാണ്. നോക്കിയിട്ട് കാര്യമില്ല, ചൂടുള്ള കുടിച്ചോട്ടെ. യാതൊരു ഉണക്കടുണ്ടാക്കി വെത്തു. ഇമ്മയാണല്ലോ എൻ്റെ ഉമ്മ. ഒരു